കുറെ കാലമായി നമ്മൾ ബിസി ആയിരുന്നു. ഇന്നൊരു ദിവസം ഫ്രീ ആയപ്പോൾ നമ്മൾ വീണ്ടും ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ മനോഹരമായിട്ടുള്ള നിലമ്പൂരിന്റെ തീരങ്ങളിലൂടെ ഹൃദയഭാഗത്തൂടെയാണ് നമ്മൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഈ വെള്ളച്ചാട്ടം എത്ര മനോഹരം അല്ലേ. ഈ വെള്ളച്ചാട്ടത്തിൽ ഒരു പ്രതീകം ഉണ്ട്. അതൊരു കാട്ടിലൂടെ ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടത്തെയാണ് ഇവിടെ പ്രതികരിക്കുന്നത്. അതിന്റെ മുകളിൽ കണ്ട ഒരു കടുവയല്ലേ, കടുവക്കും ആനക്കും മറ്റ് മൃഗങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ളത് തന്നെയാണ് നമ്മളെ ഭൂമി. അവിടെ നമുക്ക് മനോഹരമായ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യനും സൂക്ഷ്മത പാലിക്കുക, മനുഷ്യൻ്റെ ജീവൻ സേഫാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ലെവലിലാണെങ്കിലും നമുക്കറിയാം, കടുവ ആക്രമിച്ച് കാട്ടാൻ ആക്രമിച്ചൊക്കെ ഒരുപാട് പേര് മരണപ്പെടുന്ന സാഹചര്യത്തിൽ അതിനൊക്കെ സുരക്ഷിതമാക്കി കൊടുക്കുക, അവർക്ക് ജീവിക്കാനുള്ള വാസസ്ഥലം കാട് സുരക്ഷിതമാക്കി കൊടുക്കുക, ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുക, അതാണ് ചെയ്യേണ്ടതൊക്കെ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കുട ചൂടാം. ഈ മഴയത്ത് ഒരു കുട ചൂടുന്നത് നമുക്ക് മഴ കൂടുന്നത് നല്ലതാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സുകൾ കുളമാവാൻ സാധ്യതയുള്ളതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ കുട ചൂടി യാത്ര ചെയ്യുകയാണ്. പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ടൂറിസം പ്രൊമോഷനാണ് നമ്മൾ ഇവിടുന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ വന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീൽസ് ക്രിയേറ്റ് ചെയ്യാം. അത് റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യരുത്. കാരണം നിങ്ങൾ റീൽസിൻ്റെ ഒരു പാട്ട് നിങ്ങൾ ലൈവായിട്ട് ഇങ്ങനെ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ശരീരത്തെ ചലിപ്പിക്കുക. ഡാൻസ് ചെയ്യാമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ചിലർ വിചാരിക്കും അത് കളിയാക്കാമെന്ന് വിചാരിക്കുക. ഇത്ര നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്കിപ്പോൾ മഴ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് കുട എടുത്ത് വരാം. നിങ്ങൾ അങ്ങോട്ട് പോയി റീൽസ് പോലെ ഒരു കുട എടുത്ത് വരൂ. അപ്പോൾ അബ്ദുവാക്ക ഈ മനോഹരമായ സ്ഥലത്ത് പോയിട്ട് കുട എടുത്തുകൊണ്ടിരിക്കുകയാണ്. വരൂ. അങ്ങനെ മഴ ശക്തി ആർജിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾക്കൊക്കെ അത് അപകടമാവും എന്നുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കാണിച്ചു തരാം. ഓക്കെ, എത്ര മനോഹരമായ ചെടികൾ, ഇതിനൊക്കെ എന്തൊക്കെയോ കഥകൾ പറയാനുണ്ടാവും. എത്ര ആരോഗ്യ ഗുണങ്ങളുണ്ടാവും ഇതിനൊക്കെ. ഞാനൊരു ബോട്ടണി കൂടി പഠിച്ച ഒരാളെന്നുള്ള നിലക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠിക്കാനും അറിയാനും ഉണ്ട്. ഇതായോ കഴിഞ്ഞു ഇവിടെ കുറേ റീൽസ് ഉണ്ടാക്കാൻ അവിടെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ. അടിപൊളിയല്ലേ സംഭവങ്ങളൊക്കെ അല്ലേ? അടിപൊളി. നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലേ? പാതയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു വരുന്നത് അല്ലേ? പ്രകൃതി നമ്മളെ ആശീർവദിച്ച് ആനന്ദിച്ച് നമ്മെ സന്തോഷിപ്പിച്ച് നമ്മളുടെ ഈ നല്ല മഴയത്ത് നമ്മളിതിങ്ങനെ ആസ്വദിച്ച് മുന്നേറുകയാണ് സഹോദരങ്ങളെ. ചിത്രശലഭങ്ങളുടെ സാമ്രാജ്യത്തിലാണ് നമ്മളിപ്പോൾ. നിങ്ങളെ കൂടെ കൊണ്ടില്ല, മഴ വെള്ളമില്ല. നിങ്ങൾ കുറേ ഇതും ഓർത്തില്ലേ കുറേ എടുത്തത്. ഇത് മതി, ഇതിപ്പോൾ ഓക്കെ കേട്ടോ. ഞാൻ മിന്നൽ മഴ കാറ്റിനോടും കനവിനോടും കഥകൾ ചൊല്ലി നീ എന്തേ നീയാ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതെ, ചിത്രശലഭങ്ങളുടെ സാമ്രാജ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ബട്ടർഫ്ലൈനെ നമ്മൾ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈയിങ് മെഡിറ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയേറെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ അത് സഹായിക്കുന്നുള്ളതാണ്. നമ്മളിവിടെ ഇങ്ങനെ ബട്ടർഫ്ലൈ നിരീക്ഷിക്കുകയാണ്. എവിടെയാണ് ബട്ടർഫ്ലൈ? നോക്കുന്നത് ഒരു മഞ്ഞ ബട്ടർഫ്ലൈ ഇവിടെ പാറി നടക്കുന്നു. ഇവിടെ മറ്റൊരു ബട്ടർഫ്ലൈ. അങ്ങനെ ബട്ടർഫ്ലൈസ് ഇവിടെ ഇങ്ങനെ പാറി നടക്കുകയാണ്. ഇതിനുള്ളിൽ പലയിടത്തും ബട്ടർഫ്ലൈസ് ഉണ്ട്. മഴ ആയതുകൊണ്ട് പലരും കൂടിൽ ഒതുങ്ങി നിൽക്കുകയാണെന്നൊരു സംശയമുണ്ട്. വ്യത്യസ്ത ഇനം ബട്ടർഫ്ലൈസ് ആണ് ഈ പാർക്കിലുള്ളത്. ഇവിടെ മീനുണ്ടെന്ന് തോന്നുന്നു.
ഇവിടെ ഇതാ ബട്ടർഫ്ലൈയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, ഒരു ചിത്രം ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ, നല്ല രസകരമായ രീതിയിൽ. ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പലതരം ബട്ടർഫ്ലൈസ് ഉണ്ട്. നമുക്ക് മനസ്സിന് വല്ലാതെ, പ്രത്യേകിച്ച് അല്ലേ ഈ സമ്മർദ്ദങ്ങളുള്ള സമയത്തൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈനെ ഹണ്ട് ചെയ്യുന്നതും അതിങ്ങനെ നിരീക്ഷിക്കുന്നതും വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് നൽകുന്നത് അല്ലേ. ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ഒരു പാറി നടക്കുന്ന പൂക്കൾ എന്ന് വേണേൽ പറയാം അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അതാ പല കളറിലുള്ള ബട്ടർഫ്ലൈസ് അവിടെ, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, നീല, അങ്ങനത്തെ പല കളറിലുള്ള ബട്ടർഫ്ലൈസ്. ഇപ്പോൾ അവരൊക്കെ എവിടെയാണ് ഇത് ബട്ടർഫ്ലൈസ് ഒക്കെ ഉറങ്ങിക്കിടക്കുക. മല്ലികപ്പൂ മണക്കുമ്പേ വല്ലാത്തൊരു നൊസ്റ്റാൾജിയ കേട്ടോ. അറിയാതെ എൻ്റെ കുട്ടിക്കാലത്തേക്ക് അങ്ങ് പോയി. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്മെല്ലാണ് ഈ മല്ലികപ്പൂവിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ. ചെത്തിപ്പൂവ് എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറയാം. ഒരുപാട് കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ പൂവിന്. എന്തോ ഒരു വല്ലാത്ത പ്രഷറായിരുന്നു, വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. വല്ലാത്തൊരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മഴ ഒരു തടസ്സമായില്ല അല്ലേ. ശക്തമായ മഴയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്തു എന്ന് മാത്രമല്ല നമ്മൾ ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല. കാണേണ്ടത് കണ്ടു, മഴയുടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് കൊടുത്തു, അതിനിടയ്ക്ക് കണ്ടൻറ്റ് ഷൂട്ട് ചെയ്തു, എല്ലാം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പാഷനും അതിനോടുള്ള താല്പര്യവും ഇൻട്രസ്റ്റും ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്തായാലും മനോഹരമായൊരു ദിവസമായിരുന്നു. നമ്മൾ വീണ്ടും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യാണ്. 2 ചെസ്സ് കളിക്കുന്ന തവളക്കുട്ടികൾ അല്ലേ, അതിഗംഭീരമായൊരു അനുഭവമാണ് അല്ലേ. ജീവിതമെന്ന ചെസ്സ് കളിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ചെസ്സിൽ എങ്ങനെയാണോ ഒരു കരുനീക്കം വഴങ്ങുന്നത് അതുപോലെ ജീവിച്ചു പോകാനുള്ളതാണ്. അതിൻ്റെ നമുക്ക് ഇങ്ങനത്തെ കുറേ നല്ല നല്ല ജീവിത മുഹൂർത്തങ്ങൾ കിട്ടും. പിന്നെ അത് ഓർക്കുമ്പോൾ രസമായിരിക്കും അല്ലേ. മ്യൂസിയം കേട്ടോ, അതൊരു ഭംഗിയൊരു അനുഭവമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മളങ്ങനെ വ്ളോഗ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. കുറച്ചിവിടെ വന്ന് കാണുക, ആസ്വദിക്കുക, എന്നിട്ട് ഇതാക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത് മഴ ശക്തി ആർജിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് യാത്രയും പറയണം. ഓക്കെ, ബൈ.